ഒത്തിരി ബ്ലാ 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 നിർത്താതെ നമ്മളും പറയാൻ പോവാണ്. ആണ് ഉറപ്പായിട്ടും. ഇതാണ് നമ്മുടെ നവനീത് കുട്ടനെത്താണ്. ലെറ്റ്സ് വെൽക്കം നവനീത് ഓൺ സ്റ്റേജ്. ഓ ബിഗ് ബോയ്. ഓ ഭാവന ചേച്ചി ഒരു കൊട്ടയുണ്ട്. ഒരു സാധനം പൂക്കളാണോ പൂക്കൂടെയാണോ? അല്ല, പിന്നെ മൊട്ടായി. വേറൊരു സാധനം. ഇത് എന്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ആണോ? അയ്യപ്പന്റെ അന്നത്തെ ദിവസം എന്റെ അമ്മ ജനിച്ച ദിവസം ജനുവരി 14 മകരവിളക്കിന്റെ അന്നോ? ആണോ? ഓ അത് ശരി. അന്നാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത്. അമ്മയാണ് വന്നിട്ടുമില്ല. അമ്മയ്ക്ക് 10ാം ക്ലാസ് ചേട്ടന്മാരുടെ ട്യൂഷൻ എടുക്കണം. അതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു ചേച്ചി. ഇനി ഞാൻ കൊടുക്കട്ടെ? കൊടുക്കാൻ കൂടെ. രണ്ടുപേരെ കണ്ടോ? താങ്ക് യു നവനീത്. അമ്മയുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ പറഞ്ഞത് പറയോ? എനിക്ക് എത്ര ചോക്ലേറ്റ് എടുക്കാം? 3 എടുക്കാം. ചുമ്മാ ചുമ്മാ. നമ്മുടെ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലേ? അവർക്കൊന്നും വേണ്ട. എല്ലാവർക്കും വേണം ഇത്. അങ്കിൾ എല്ലാം എടുത്ത് ഇങ്ങനെ ചീത്തൊക്കെ ചാവല്ലേ? അത് ചേച്ചിയുടെ കയ്യിലേക്ക് ഇതൊക്കെ പിടിച്ചേന്ന് ഒരു സാധനം എടുത്തോ. ആ ബൈക്കും കൂടെ മേടിച്ചു. ഭാഗ്യം. മീനൂട്ടി ചേച്ചിക്ക് കൊടുത്തില്ലല്ലോ, അത് ഞാൻ മറന്നു. കണ്ടോ എന്നെ? അപ്പൊ മറന്നുപോയി. നവനീത് കൂട്ടാ, ഭാവന ചേച്ചിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആണോ? ഏതാ കണ്ടത്? CID മൂസ. എത്ര ഇഷ്ടം? 1000 മില്യൺ. ഓ ചേച്ചി 1000 മില്യൺ എത്ര വരും? അത് എത്ര വരും? അവിടുന്ന് ഇവിടെ വരെ. അതോട്ട് ഇതുവരെ അത് അവന്റെ കണക്കിന് വലുതാ. അതെ അതെ 1000 മില്യൺ. അതെ 1000 മില്യൺ താങ്ക്സ് ആൻഡ് ഇഷ്ടം അങ്ങോട്ട്. താങ്ക് യു. ഈ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഏതൊരു സിനിമയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ വെച്ച്. കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഏതോ ഒരു സിനിമയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. അതാണ് മറന്നും പോയി. ഭീഷ്മയാണോ? റൈറ്റ് ആൻസർ. വീട്ടില് അമ്മ എവിടെയാ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? വീടിന്റെ തൊട്ട് അടുക്കളയുടെ തൊട്ട് മതില് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു സ്ഥലമുണ്ട്, പണിതിട്ടുണ്ട്. അവിടെയാണ് അടുക്കളയുടെ മതില്. അവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ റോഡ് പണി എന്ന കാരണം ഞങ്ങളെ കാറ് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരം കാട്ടിക്കൂടെ നടന്ന് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് ഞങ്ങള് വണ്ടി ഇടാറ്. കാട്ടിക്കൂടെ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ് റെയിൽവേ പാലത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ കാടാ. എന്തോ പറമ്പോ വെച്ചാണ് നമ്മള് വലിയ കാടൊക്കെ. ശരിക്കും കാട്. മൃഗങ്ങളില്ല, മൃഗങ്ങളില്ലാത്ത കാടാണ്. പക്ഷികളുണ്ട്. ഓക്കെ. എന്തൊക്കെ പക്ഷി ഉണ്ടായിരിക്കും ഏകദേശം? ക്രോ, പിന്നെ കോഴി, യെല്ലോ ബേർഡ്. ബേർഡ്സ്. മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളി. ഫ്രോഗ്. അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. അതിന്റെ അവിടുന്ന് റോട്ടിൽ കൂടെ നടന്ന് ഇപ്പുറത്തെ സൈഡില് നേരെ ഒരു പാളമുണ്ട്. അതിന്റെ അടിയിലാണ് റോഡ്. അവിടെയാണ് ഫ്രോഗ്, സ്നേക്ക് എല്ലാം നോക്കി വെച്ചേക്കാണ്. സ്നേക്ക് അതൊക്കെ എന്താണെന്നറിയോ? ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോ ചേരപ്പാമ്പ് ഇങ്ങനെ പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയായിരുന്നു. ആണോ? അത് ശരി. ഈ ഭാവന ചേച്ചിയുടെ വീട്ടിലുണ്ട് കൊറേ സ്നേക്ക് വളർത്തുന്നുണ്ട് അവര്. സത്യം പറ, ഞങ്ങളെ വീടിന്റെ അകത്തല്ല, പുറത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. പുറത്തങ്ങനെ പോയി നോക്കാറില്ല. ഞാൻ പറഞ്ഞത് തോടിന്റെ അടിയിൽ കയറി പോയത് നീർക്കോലിയാ. ഞാനും ചേര ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോണെന്ന് വിചാരിച്ചു. ചേര ഞങ്ങളുടെ വീടിന്റെ ഗാർഡനിലാ വന്നത്. ആണല്ലേ? ഓ എന്നിട്ട് അതിനെ കീരി പിടിച്ച് കടിച്ചു.
ഹലോ ഹലോ ആ. പ്ലീസ് 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 അവൻ എത്താറായി അവിടേക്ക് എത്താറായി. അമ്മ എവിടെ ഇരുന്നാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത് പ്ലീസ്. ആ കാ- പറഞ്ഞ സ്ഥലത്ത് തന്നെ കാർ പാർക്കിങ്ങിന്റെ പുറകില് അവിടെയാണ് ടേബിളും കസേരയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അവിടെയാണ് എന്റെ അമ്മ പഠിപ്പിക്കുന്നത്. അല്ല കഴിഞ്ഞ തവണ ബാബുസ്വാമി വരെന്ന് പറഞ്ഞായിരുന്നല്ലോ. കാണിക്കണ്ടല്ലോ ഏ ഇന്ന് കാണിക്കണ്ടല്ലോ. കാണിക്കുന്നുണ്ടോ? ആടാ എവിടെ കാണിച്ചേ? മതങ്ങള് സന്തോഷാവും. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ആ പിന്നെ ബാബുസ്വാമി എനിക്ക് അങ്ങനെയല്ല ബാബുസ്വാമി. ബാബുസ്വാമി ആ എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. ആ അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴ് ഇത്രേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് പർഷമിയാണെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും. പിന്നെ ഇല്ലേ ഒരു കാര്യം പറയാം. ഹലോ ഇവിടെ എന്തിനാ വന്ന്? പാട്ട് പാടാൻ. അപ്പൊ പാട്. വേണ്ടേ? അത് പിന്നെയും എന്തെല്ലാം ചോദിച്ചോണ്ടിരിക്കുന്നത്? അന്നത്തെ എപ്പിസോഡ് തന്നെ ചോദിച്ചതല്ലേ, പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അയ്യോ ഐ എം സോറി. പാട്ട് പാടുന്നു. പാട്ട് പാടാവോ ആ പ്ലീസ്? റെഡിയല്ലേ? ഏത് പാട്ടാണ്? റം പം പം ഡരടും. ആ, ആ, ആ. അത് റം പമ്പമാണ്. അപ്പത്തിന്റെ പാട്ട്. അന്ന് ഈ അങ്കിളില്ലേ, ആ. ഈ ഇങ്ങനെ അടിക്കുന്ന അങ്കിള്, ഇതാ അങ്കിള്. അതെ ആ, അടിക്കുന്നുണ്ട്. ഒരു സാധനത്തിൽ ഇങ്ങനെ അതെ അതെ അതെ. അടിക്കുന്ന, റിനി ചേട്ടൻ, അങ്കിള്. റിനി അങ്കിൾ. ആ. ആ അങ്കിളില്ലേ, ആ അങ്കിള് എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എത്ര അപ്പം വേണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 8 അപ്പം വേണമെന്ന്. ആഹാ. കറി എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാൻ പോണ ഉത്തരം എന്താന്നറിയോ? എന്തായിരുന്നു? ചിക്കൻ, പാല്, ബീഫ്, പൊറോട്ട. അപ്പത്തിന്റെ കൂടെയുള്ള കറി വെക്കുമ്പോ ഇതിന്റെ പൊറോട്ട പറഞ്ഞേ. പൊറോട്ട ഇല്ല, ആ. ചിക്കൻ, ബീഫ്, പാല്. പാല്. ഓക്കെ, അതെ, ഇറക്കി വിടാൻ. ഹലോ പ്ലീസ് ഒന്ന് പാടൂ നമുക്ക് പാടുന്നതായിരിക്കും നല്ലത്. പ്ലീസ്. ഏത് ഡീറ്റെയിൽസ് അറിയോ ഈ പാട്ടിന്റെ? അപ്പൊ കോമഡി വേണ്ടേ? കോമഡി നിങ്ങൾക്ക് കുറച്ച് കോമഡി ആസ്വദിച്ചു. കോമഡി പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആര്? ഗ്രീൻ സണ്ണങ്ങളും ജാക്കി അങ്കിളും. അയ്യോ, നിന്റെ അടുത്ത് പറഞ്ഞോ കോമഡി പറയണം ഇവിടെ വന്ന്. ഇവിടെ വന്നിട്ട് കോമഡി പറഞ്ഞിട്ട് എല്ലാവരും ചിരിപ്പിക്കണം. അതാണ് ഇങ്ങനെ എല്ലാരും ചിരിപ്പിക്കണേ. അപ്പൊ അവനറിയാം കോമഡിയാണ്. ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കൂടുതലാണെന്ന് കുറവായി പോയി. ഇവിടെ ഒരു ഗ്രീൻ സൺ ഉണ്ടല്ലോ, ഇതാ ഓടിപ്പോയി. ഭാവന ചേച്ചി, ഇതാണ് നമ്മുടെ നവനീത്. ആ. ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങക്ക് തന്നെ എല്ലാം ഒന്നും വേണ്ട. മനസ്സിലായി കാണും. ഇവിടെ ഇൻഹൗസ് എന്റർടൈൻമെന്റ് ഫ്രീ ഹൗസാ. ഇൻഹൗസ് എടാ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഭാഗ്യാണെന്ന് നമ്മുടെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ. ഡീറ്റെയിൽസ് വർഷം 1992, ഫിലിം ഡാഡി. പിന്നെ ഒരു കാര്യം പറയാം, എന്റെ അച്ഛന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ. 1992 ഫിലിം ഡാഡി, റിലിക്സ് പിച്ചു തിരുമല സാർ, റിലാക്സ്. മ്യൂസിക് SP വെങ്കടേഷ് സാർ, പാടിയത് യേശുദാസ് അങ്കിൾ ആൻഡ് ചിത്രാഞ്ജി. വെരി ഗുഡ്. പാടാ. നമുക്കിനി പാട്ട് പാടാം. പഠിക്കണം All the best. താങ്ക് യു. ഇത് കൊടുത്തേക്കാവേ അവർക്ക്. ആ ആ. റംപപ്പം ഡരടും, റംപപ്പം ഡരടും, ഡരടപ്പം ഡരടപ്പം റംപം പം പം, റംപം പം ഡരടും, റംപം പം ഡരടും, ഡരടപ്പം ഡരടപ്പം റംപം പം
സൂപ്പർ സൂപ്പർ എക്സലന്റ്. ഞാൻ വലിയ കണ്ടക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ബേൺസ്റ്റീൻ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ കണ്ടക്ടർ ഓഫ് ദ ഓർക്കസ്ട്ര. എന്തൊക്കെയാ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്? കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചിരുന്നതാ. നിത്യ മാമൻ ചേച്ചി എന്ന് പറഞ്ഞ നിത്യ മാമൻ എന്ന് പറഞ്ഞ അങ്കിളും നല്ലേ. ചേച്ചി ഒന്ന് വിവരിക്കൂ ചേച്ചി. മാമൻ എന്ന് പറഞ്ഞ അങ്കിളല്ലേ, പക്ഷെ എന്തിനാ അങ്ങനെ പേരിട്ടെ? നിത്യ കൃഷ്ണകുമാർ എന്നിട്ടാ പോരെ. കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ എവിടെ പോയി തപ്പി പിടിക്കുന്നു? കൃഷ്ണകുമാർ അത് ഞാൻ നിത്യ ചേച്ചിക്ക് ഇട്ട പേരാ. അത് വെറുതെ ഇരുന്നോട്ടെ ഇൻഷ്യൽ വെറുതെ. മാമൻ എന്ന് പറഞ്ഞ എന്റെ ഫാദറിന്റെ പേരാ, എന്റെ പപ്പയുടെ പേരാ മാമൻ. മാമന്നാ? ആ അതെ, റിയൽ ആയിട്ടോ? റിയൽ ആയിട്ട്. അങ്ങനെ ആരെങ്കിലും പേരിടുമെന്നാണ് കൊച്ചു ചിന്തിക്കണത്. അതെന്തിനാ അങ്ങനത്തെ ഒരു പേരിട്ടത് എല്ലാവർക്കും? എന്താ ചെയ്യാ, പപ്പയോട് ചോദിക്കാം. പപ്പയുടെ പപ്പേനോട് ചോദിക്കോ എന്തിനാ അങ്ങനത്തെ പേരിട്ടേന്ന്. അടുത്ത തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, പറയാം. ഒരു സാധനം കാണിച്ചേർന്ന ഒരു സാധനം മാത്രമല്ല. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇവർ രണ്ടുപേര് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഇവിടെ വന്നതല്ലേ, അപ്പൊ നമുക്ക് ചോദിക്കണ്ടേ ഇത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അതെ, അത് കഴിഞ്ഞ് നമുക്കിത് കാണിക്കാം. ബാബു ചേച്ചിയോട് ചോദിക്കാം എന്റെ പാട്ട് ഇഷ്ടമായോ. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും മോനെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട് ഭാവിയിലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള എല്ലാ ബോഡി ലാംഗ്വേജും എല്ലാ ആക്ഷൻസും അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. താങ്ക് യു. താങ്ക് യു. ഒരു ട്രീറ്റ് അല്ലായിരുന്നോ? പിന്നെ അടിപൊളിയാ. ശരിക്കും ഇനി എന്താ കാണിക്കാൻ വന്നേ? ഞാൻ കാണിച്ചുതരാം. എന്താന്നറിയോ, ഞാൻ കാണിക്കാൻ പോയിരുന്നത് ഈ പോക്കറ്റ് കാണിച്ച പോക്കറ്റ് ആയിരുന്നു എം ജെ അങ്കിൾ. എന്റെ കൈ കൂടെ ഇപ്പുറത്തെ കൈ പുറത്ത്. ഓ സൂപ്പർ, മാജിക് തന്നെ. ഇത് തണുപ്പത്തുള്ള ഡ്രസ്സല്ലേ അല്ലേ? അതെ. അപ്പൊ അസലായിട്ട് പാടിയ എങ്ങനെയാണ്? ഒരത്തങ്ങനെ ഒരു മധുരമഴ. പുറകോട്ട് പോയി. നീ പെയ്യുമോ? അതൊരു പാട്ടാക്കി. നിത്യ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. താങ്ക് യു. ഒരു കൊട്ട കൊണ്ടുവന്നായിരുന്നു. അതിപ്പോ യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയ സ്പീഡ് നോക്കിയ ചേട്ടാ വേണമെങ്കിൽ പെറുക്കാട്ടോ, വേണോ? പറക്കണന്റെ സ്പീഡ് കണ്ട. കുറച്ചു മുമ്പ് വന്നവരൊക്കെ മറ്റേ കൊട്ടയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കൊട്ട കൊണ്ടുവന്നതിന്റെ വേറൊരു അതെ, സത്യം ഇതിനു വേണ്ടി ചെറിയ പ്ലാൻ ഡൗട്ട്. ചെയ്തിട്ടാണ്. അതെ അതെ. അയ്യോ, എടാ ഈ പോക്കറ്റിൽ ഇട്ടോടാ, ആ ഹുഡിയിലേക്ക് ഇട്ടോ. ഇതിനുള്ളിൽ ഇട്ടോ. അത് മിക്കവാറും അതിലിട്ടപ്പുറത്തോടെ പോവും. ഇങ്ങനെ പിടിച്ചു പോണെന്ന് മാത്രം. അത് കൊള്ളാല്ലേ. പുറകില് ആ ഹുഡിയിലിട്ടാണ്. മതിയില്ലേ? ഇനി അവർക്ക് ഒരിടത്ത് കൊടുത്തു. രണ്ടുപേര് ഭാവന ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എസ്പെഷ്യലി ഭാവന ചേച്ചിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ട്. എന്തോ ഒരു സമ്മാനം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താണ് സാധനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടുപേരെത്താണ്. നമ്മുടെ എസ്തർ കുട്ടിയും അനുഷ്ക കുട്ടിയും വരുന്നുണ്ട് കേട്ടോ. വിളിക്കാം അല്ലേ?